പഞ്ചാബ് കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരത്തിൽ ആരാധകരെ നിരാശപ്പെടുത്തിയ ഒന്നായിരുന്നു ശ്രേയസ് അയ്യറിന് നഷ്ടമായ സെഞ്ചുറി. ചിലപ്പോൾ ശശാങ്ക് സിംഗിനോട് ദേഷ്യവും വന്നേക്കാം. എന്തൊരു സെൽഫിഷാണ്, ഒരു അവസരം കൊടുത്തിരുന്നെങ്കിൽ ശ്രേയസ് IPL തൻ്റെ ആദ്യ സെഞ്ചുറി നേടിയേനെ എന്ന് പഞ്ചാബിൻ്റെ ബാറ്റിംഗ് കഴിഞ്ഞതു മുതൽ ആരാധകർ പറയാനും തുടങ്ങിയിരുന്നു. എന്നാൽ ഇവർക്കുള്ള മറുപടി ശശാങ്ക് നൽകിയിട്ടുണ്ട്. മാച്ച് കഴിഞ്ഞപ്പോൾ അത് ആരാധകർക്ക് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ടാകും. ഗുജറാത്ത് ടൈറ്റൻസിന് എതിരെ നടന്ന കളിയിൽ 11 റൺസ് ജയമാണ് പഞ്ചാബ് നേടിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 243 എന്ന മികച്ച സ്കോർ നേടിയപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന്റെ മറുപടി 5 വിക്കറ്റ് നഷ്ടത്തിൽ 232 അവസാനിക്കുകയായിരുന്നു. മാത്രവുമല്ല, പഞ്ചാബ് കിങ്സിന്റെ ടോപ്പ് സ്കോറർ ആയത് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരായിരുന്നു. 3-ാം നമ്പറിൽ ക്രീസിലെത്തിയ താരം 42 പന്തിൽ 97 റൺസ് നേടി പുറത്താകാതെ നിന്നു. ഇന്നിംഗ്സിലെ അവസാന ഓവർ തുടങ്ങുമ്പോഴും 42 പന്തിൽ 97 റൺസ് എന്ന നിലയിലായിരുന്നു ശ്രേയസ്. മുഹമ്മദ് സിറാജ് എറിഞ്ഞ ഓവറിൽ ഒരു പന്ത് പോലും ശ്രേയസിന് സ്ട്രൈക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ കന്നി IPL സെഞ്ചുറി നേടാനുള്ള സുവർണ അവസരമാണ് അദ്ദേഹത്തിന് നഷ്ടമായത്. അവസാന ഓവറിലെ 6 പന്തുകളും നേരിട്ട ശശാങ്ക് സിംഗ് ആകട്ടെ അടിച്ചു തകർക്കുകയും ചെയ്തു. 5 ഫോറുകളടക്കം 23 റൺസാണ് മുഹമ്മദ് സിറാജ് എറിഞ്ഞ ഈ ഓവറിൽ പിറന്നത്. ശശാങ്ക് അവസാന ഓവറിൽ മിന്നിച്ചെങ്കിലും ശ്രേയസ് അയ്യറിന് സ്ട്രൈക്ക് നൽകാതെ ഇരുന്നത് ആരാധകരെ നിരാശരാക്കി. എന്നാൽ ആദ്യ ഇന്നിംഗ്സിന് ശേഷമുള്ള ഇടവേളയ്ക്കിടെ അവസാന ഓവറിന് മുൻപ് ശ്രേയസ് അയ്യർ തന്നോട് പറഞ്ഞ കാര്യം ശശാങ്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യ പന്ത് മുതൽ അടിക്കാനാണ് ക്രീസിലെത്തിയ ഉടനെ ശ്രേയസ് അയ്യർ തന്നോട് പറഞ്ഞതെന്നാണ് ശശാങ്ക് സിംഗ് വെളിപ്പെടുത്തിയത്. അവസാന ഓവറിന് മുൻപും അതുതന്നെ ശ്രേയസ് അയ്യർ ആവർത്തിച്ചെന്നും ശശാങ്ക് പറഞ്ഞു. ക്യാപ്റ്റന്റെ നിർദ്ദേശം കേട്ട ശശാങ്ക് ആദ്യ പന്ത് മുതൽ നോക്കി അടിക്കുക മാത്രമാണ് ചെയ്തത്. ബൗണ്ടറികൾ നേടാനായിരുന്നു താരത്തിന്റെ ശ്രമവും. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ശ്രേയസ് എടുത്ത ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു അതെന്ന് കളിയുടെ അവസാനം ഏവർക്കും മനസ്സിലാകും. കാരണം പഞ്ചാബ് മുന്നോട്ട് വെച്ച ലക്ഷ്യത്തിലെത്താൻ വെറും 11 റൺസിന്റെ കുറവ് മാത്രമേ ഗുജറാത്ത് ടൈറ്റൻസിനുണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ അവസാന ഓവർ സെഞ്ചുറിക്കായി ബാറ്റ് തട്ടി കളിച്ചിരുന്നു എങ്കിൽ ആ ഓവറിൽ നേടാനാവുക ചിലപ്പോൾ ചുരുങ്ങിയ റൺ മാത്രമായിരിക്കും. ആ ലക്ഷ്യം മറികടക്കാൻ ഗുജറാത്ത് ടൈറ്റൻസിന് ചിലപ്പോൾ സാധിച്ചേക്കാം. ഇവിടെ എതിരാളികളെ നിസ്സാരക്കാരായി കാണാതെ ക്യാപ്റ്റൻ ടീമിനായി കൃത്യമായ തീരുമാനം കൈക്കൊണ്ടു. മാക്സിമം റൺ നേടുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. അതുവഴി ആദ്യ വിജയം നേടുക എന്നതും. ക്യാപ്റ്റന്റെ ആ തീരുമാനവും ദീർഘവീക്ഷണവും തെറ്റായിരുന്നില്ല. ഗുജറാത്ത് ടൈറ്റൻസും ആക്രമിച്ച് പന്തിനെ നേരിടുകയായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ശ്രേയസിന്റെ തീരുമാനത്തെ പ്രശംസിക്കുന്ന തിരക്കിലാണ് ആരാധകർ ഇപ്പോൾ. അതേസമയം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സിന് വേണ്ടി ശ്രേയസ് അയ്യർക്ക് പുറമെ പ്രിയാൻഷ് ആര്യ, ശശാങ്ക് സിംഗ് എന്നിവരും വെടിക്കെട്ട് നടത്തുകയായിരുന്നു. പ്രിയാൻഷ് 23 പന്തിൽ 47 റൺസും ശശാങ്ക് 16 പന്തിൽ 44 റൺസും നേടി. 244 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ടൈറ്റൻസ് ബാറ്റർമാർ ശരിക്കും പൊരുതിയെങ്കിലും അവരുടെ മറുപടി 5 വിക്കറ്റ് നഷ്ടത്തിൽ 232 വരെ എത്തിയുള്ളൂ. 41 പന്തിൽ 74 റൺസ് നേടിയ സായി സുദർശനാണ് ടോപ്പ് സ്കോറർ. ജോസ് ബട്ട്ലർ 33 പന്തിൽ 54 റൺസും ഷെർഫൻ റൂദർഫോർഡ് 28 പന്തിൽ 46 റൺസും നേടി.